ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ബിജു കല്ലുവേ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. വീണ്ടും സർവീസ് നിർത്തലാക്കൽ. പാലാ കൊന്നക്കാടിനും മരണമണി നിർത്തലാക്കിയത് 5 ദീർഘദൂര ബസ്സുകൾ. നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് ഭരണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നഷ്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ സർവീസുകൾ ഇപ്പോൾ നിർത്തലാക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. മുമ്പ് ഭരണത്തിലിരുന്നവർ കണ്ടെത്തിയിരുന്ന മാർഗം, അതായത് ഇവർ ഇങ്ങനെ പല പല കാലഘട്ടങ്ങളിലായിട്ട് KSRTCയെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇവർ അഹോരാത്രം ശ്രമിക്കുകയാണ്. നമ്മുടെ കേരള ജനതയുടെ ഏറ്റവും വലിയൊരു ദുർഗതി എന്നാണെന്നറിയോ? നമ്മൾ തെരഞ്ഞെടുത്ത് ഭരണത്തിൽ വിടുന്നവർ നമ്മുടെ നാടിനെ രക്ഷിക്കാനോ നാടിനെ നന്നാക്കാനോ വേണ്ടിയിട്ടല്ല ഭരണത്തിലിരിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ദുർഗതി. ഇവരെല്ലാം എങ്ങനെയെങ്കിലും ഇവർക്കൊരു 10 രൂപ കമ്മീഷൻ കിട്ടുമോ, ഇവർക്കൊരു 10 പൈസ എങ്ങനെയെങ്കിലും ഈ 5 വർഷം കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ഇവർക്കെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാവോ, ഏതെങ്കിലും അന്യരാജ്യത്തുള്ള ബാങ്കുകളിൽ കൊണ്ടുപോയിട്ടും ആവശ്യത്തെ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് ഇവർ ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്ന ഒരു വിഷയം. അപ്പം ഈ KSRTCയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദീർഘദൂരം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എല്ലാം 15 മിനിറ്റ് മുമ്പേ കൊണ്ടുപോയിട്ട് ഇവർ സർവീസ് തുടങ്ങി. എന്നിട്ടൊന്നും രക്ഷപ്പെടുന്നില്ല. എങ്ങനെ രക്ഷപ്പെടണ്ടേ? ഈ KSRTCക്കാർ മേടിച്ചു കൂട്ടിയിരിക്കുന്ന ശാപം അത് ചില്ലറയൊന്നുമല്ല. നിങ്ങൾക്കറിയാവോ, ഈ KSRTC മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല റൂട്ടുകളും, പ്രധാന റൂട്ടുകൾ, ദേശാൽകൃത റൂട്ടുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള പ്രധാന റൂട്ടുകളെല്ലാം KSRTCയുടെ കൈവശമാണ്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിവസം എന്നാണെന്നറിയോ? 10, 30, 50 ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുവന്ന് കൈ കാണിക്കുന്നിടത്തുനിന്ന് ഒരു 20 മീറ്റർ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഇവർ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാനിത് കണ്ടിട്ടുള്ളത് ഒരു 20 വർഷം മുമ്പത്തെ കഥയാണ്. അത് ഈ സംഭവം ഇന്നും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 20 മീറ്റർ കൊണ്ട് മുമ്പോട്ട് ഈ ജനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ ഓട്ടമാണ് ഈ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എത്രത്തോളം, അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില്ലറ കൊടുത്തണം, ഇല്ലെങ്കിൽ ഇവർക്ക് ബാലൻസ് കൊടുക്കുകയില്ല. ഏതെല്ലാം രീതിയിൽ അമര്യാദയായിട്ട് ജനങ്ങളോട് മൃഗീയമായിട്ടും വളരെ മോശമായിട്ടും പെരുമാറാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ഇവർ യാത്രക്കാരോട് പെരുമാറിയിരുന്നു. അങ്ങനെ മേടിച്ചു കൂട്ടിയ ശാപം മേടിച്ചവന്മാരല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ പെൻഷൻ പോലും കിട്ടാതെ ഇപ്പം വീട്ടിലിരിക്കുക. ഇങ്ങനെ നിരവധി കാലഘട്ടങ്ങളായിട്ട് ജനങ്ങളുടെ കണ്ണീർ വീണ കണ്ണുനീരിൻ്റെ ഒക്കെ ഫലമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്നത്. ഇപ്പം ഗണേഷ് സാറ് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് വേറൊരു നിയമം കൊണ്ടുവന്നു. പ്രൈവറ്റ് ബസ്സുകാർ വാഹനം, അതായത് അവരുടെ ബസ് അപകടത്തിൽപ്പെടുത്തിയാൽ 6 മാസം അതിന്റെ പെർമിറ്റ് റദ്ദ് ചെയ്യും, ഡ്രൈവറുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദ് ചെയ്യും. അങ്ങനെ ആ വിധത്തിൽ കഠിനമായ ശിക്ഷകൾ. പക്ഷേ ഇതിപ്പം ദിനം പ്രതി ഇപ്പം സോഷ്യൽ മീഡിയ എടുത്താലും TV തുറന്നാലും കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ KSRTC ബസ്സുകൾ കൊണ്ടുപോയിട്ട് അടിച്ച് തകർക്കുവാണ്. ഇത് ഏറ്റവും വലിയ രസകരം. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു പ്രൈവറ്റ് ബസ് കൊണ്ട് നിർത്തി. ഈ പ്രൈവറ്റ് ബസ് കൊണ്ട് നിർത്തിയിട്ട് അവധിയിൽ നിന്നൊരു പെണ്ണുങ്ങൾ ഡോർ തുറന്ന് ഇറങ്ങലും ആ ഇടത്ത് സൈഡിൽ കൂട്ടിയിട്ടാണ് ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നത്. ഇവർ ഏത് സ്ഥലത്താണ് ഡ്രൈവിംഗ് പഠിച്ചത്? ഇവരുടെ ബസ്സിന് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലേ? ശരി, എന്തോ ആയുസിന്റെ ബലം, അല്ലെങ്കിൽ ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ആ സമയം ആയുസ് കഴിഞ്ഞിട്ടുണ്ടായെന്ന് ഞാൻ വിചാരിക്കുക. അവർ 100 ഇടയ്ക്ക് രക്ഷപ്പെട്ടു. ഇതിനു മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഒരു ബസ്സുകൾക്ക് വെള്ളപ്പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. അതിന് കാരണമാക്കിയത് പാലക്കാട് വെച്ചിട്ട് KSRTC ബസ്സിന്റെ പുറകെ പോയിട്ട് ടൂറിസ്റ്റ് ബസ് ഇടിച്ചതാണ്. അതിന് അന്ന് ഉണ്ടായ സംഭവം എന്നാ, റോഡിന്റെ നടുക്കാണ് കൊണ്ടോട്ട് KSRTC ബസ് കൊണ്ട് നിർത്തി ആളെ ഇറക്കിയിരുന്നത്. ഇവർക്ക് സത്യത്തിൽ എന്നാ ഇവരുടെ പ്രശ്നം എന്നറിയോ? ഇവർ ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ നടത്തിയിട്ട് ഇവർ എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡ്രൈവർമാരല്ലെന്നുള്ളതാണ്. ഇവരുടെ എന്നാ പറയുക, PSC പാസ്സായിട്ടുണ്ടാകാം, പക്ഷേ ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റിൽ ഇവർ എന്ത് ചെയ്യും? എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്, അവൻ ഹെവി ലൈസൻസ് ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. അവന് ഒരു സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന പോലും ഇല്ല. അവൻ പോയിട്ട് ടെസ്റ്റിന് കയറി ആക്സിലേറ്റർ കൂടുതൽ കൊടുത്ത് ക്ലച്ച് അയച്ചു, വണ്ടി മുന്നോട്ട് പോയി, അവൻ ടെസ്റ്റ് പാസ്സായി. എന്നാൽ ഈ എന്നാ പറയുക, 1/2 ഇഞ്ച് കനത്തിൽ മറ്റു വണ്ടികളുമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുന്ന നല്ല തീപ്പൊരു ഡ്രൈവർ, നല്ല എക്സ്പീരിയൻസ് ഉള്ള, ഒത്തിരി വർഷമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ. ഞാൻ അവൻ ഓടിച്ചിരിക്കുന്ന വണ്ടിയിൽ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവർ ഇതുപോലെ ടെസ്റ്റിന് പോയിട്ട് അവൻ KSRTCയിൽ ടെസ്റ്റിന് വിട്ടോ ഫെയിലായി. കാരണം അവൻ്റെ സാധാരണ പ്രൈവറ്റ് ബസ്, ടൂറിസ്റ്റ് ബസ്, നല്ല സ്റ്റാൻഡേർഡ് ബസ് ഓടിക്കുന്ന രീതിയിൽ അവൻ ക്ലച്ച് റിമൂവ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തു. അതുപോലാണോ KSRTCയുടെ ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ? അത് അതിൻ്റെതായ ഒരു ഇച്ചിരി കൂടെ ഇത് കൂടുതൽ കൊടുക്കണ്ടേ? അത് പിന്നെ അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ഫെയിലായി. സത്യത്തിൽ ഇങ്ങനെ വണ്ടി ഓഫായി പോകുമല്ലോ എന്നുള്ള പേടികൊണ്ട് ആക്സിലേറ്റർ കൂടുതൽ കൊടുത്ത് ക്ലച്ച് റിമൂവ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്ന പോലത്തെ ഡ്രൈവർമാരാണ് ഇവരുടെ ടെസ്റ്റ് പാസ്സായിട്ട് ഇതിൽ കയറുന്നത്. പിന്നെ അവർക്ക് യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കാൻ അറിയാവും. അവരിങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കും, പറ്റുന്ന പോലെയൊക്കെ കൊണ്ടു നടക്കും. അവസാനം ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ മുഴുവൻ കാണിക്കും, കൊണ്ട് അടിക്കും, നിരവധി ആൾക്കാരെ കൊല്ലും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ KSRTC ഒന്ന് മൊത്തത്തിൽ അടച്ചു പൂട്ടാവും. അടച്ചു പൂട്ടിയിട്ട്
ഈ നാട് രക്ഷപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രസ്ഥാനം മൊത്തത്തോടെ കൊണ്ട് ഇരുമ്പിലേക്ക് തൂക്കി വിൽക്കൂ, എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കൂ. എന്നാലും ഈ സാധാരണ പ്രൈവറ്റ് ബസ്സിന്റെ 2 ഇരട്ടി വെയിറ്റ് ഉള്ള വണ്ടിക്ക് മൈലേജ് ഒന്നും കിട്ടത്തില്ല. അതൊന്നും പ്രൈവറ്റ് വ്യക്തികൾ ആരും തന്നെ ആ ബസ് എടുക്കാനും പോകുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓടിയ ഒക്കത്തില്ല. പ്രൈവറ്റ് ബസ്സിനേക്കാളും ഇരട്ടി വെയിറ്റ് ഭാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഇതാണ്, എങ്ങനെയെങ്കിലും നിർത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം രക്ഷപ്പെടും. എന്താണെന്നറിയോ, ഇതിന്റെ നഷ്ടം നികത്താൻ വേണ്ടി വർഷം ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് എടുത്ത് ചെലവാക്കുന്നത്. ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു ചുമതലാബോധവും ഇല്ല, ഒന്നുമില്ല. ഈ പ്രൈവറ്റ് ബസ് ഒരെണ്ണം റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷം രൂപയോളം സർക്കാരിന്റെ ഖജനാവിലേക്ക് അവർക്ക് ഒരു മുടക്കുമുതലുമില്ല, ഒരു നഷ്ടവുമില്ല. ഡ്രൈവർക്ക് കൂലി കൊടുക്കുക ഒന്നും വേണ്ട. ഇത് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് RTOയ്ക്ക് കൊടുക്കുന്ന ശമ്പളം, അത് ഇവർ ബസ്സിന്റെ പെർമിറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും RTOയ്ക്ക് എന്തായാലും ശമ്പളം കൊടുക്കണം. ഈ KSRTC മുഴുവനോടെ നിർത്തലാക്കി വെച്ച് അതിനും കൂടെ പകരം അത്രയും കൂടെ കൂടുതൽ കേരളത്തിലെ പ്രൈവറ്റ് കമ്പനികൾക്ക് പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും പൈസ കൃത്യമായിട്ട് ഖജനാവിലെത്തും. ഇവരുടെ പോക്കറ്റിലെത്തിയില്ല കേട്ടോ, ഇവരുടെ പോക്കറ്റിലെത്തിയില്ല. അത് പ്രതീക്ഷിച്ചിട്ട് ആ ഒരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ആ കാര്യത്തിന് താല്പര്യം കാണിക്കാത്തത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഖജനാവ് ആവശ്യത്തിലേറെ ടാക്സ് കൊണ്ട് നിറയും, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 ബസ്സിനുള്ള പെർമിറ്റ് കൂടുതൽ ഒരു ബസ് ഒരു ഓണർക്ക് കൊടുക്കരുത്, ഒരു വ്യക്തിക്ക് കൊടുക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലത്തെ 4 സ്റ്റേറ്റുകളിലും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഓടുന്ന വലിയ കുത്തക കമ്പനിയുണ്ട്. SRS പോലത്തെ വലിയ പ്രൈവറ്റ് ബസ്സിന്റെ കമ്പനികളുണ്ട്. അങ്ങനെ ഒരു കമ്പനി വളർന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ടാക്സ് ഒക്കെ പിരിഞ്ഞു കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം ഈ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യും, ഇവർ പൈസ കൊടുക്കും, സംഭാവന കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ അവർ വലിയ മൈൻഡ് കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഇവരുടെ മേലെ നടപടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാക്സിമം പോയ ഒരു 10 ബസ്, അതിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ പേരിൽ പെർമിറ്റ് കൊടുക്കരുത്. 5 അല്ലെങ്കിൽ 10, അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ വലിയൊരു പ്രസ്ഥാനമായിട്ട് വളരും. പിന്നെ അവനിൽ നിന്ന് ഈ ടാക്സ് പിരിച്ചെടുക്കൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഈ ജനിച്ച പാടെയുള്ള കുഞ്ഞിനെ മടിയിലിട്ട് താരാട്ട് പാടുന്ന പോലെ ഈ KSRTC ബസ്സിനെ ഇട്ട് താരാട്ട് പാടുന്ന ഒരു കാര്യമില്ല. ഇതൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അത്രയും കൂടെ പൈസ വെറുതെ കളയാമെന്നല്ലാതെ, ഈ പൈസ അങ്ങോട്ട് കൊടുക്കാമെന്നല്ലാതെ ഒരു 10 രൂപ പോലും ആദ്യം ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ സ്വപ്നം പ്രതീക്ഷിക്കണം. ഓക്കെ.